ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് ബുള്ളറ്റുമായിട്ടാണ്. അപ്പോൾ ഇത് റോയൽ എൻഫീൽഡിൻ്റെ അല്ല എന്ന് മാത്രം, ഇത് സെൻറ്റി ടോയ്സിൻ്റെ ഒരു നെയിം കൊടുത്തിരിക്കുന്നത് റെഡ് ബൈക്ക് എന്നാണ്. റെഡ് ബൈക്ക് പ്രീമിയം ക്വാളിറ്റി. റെഡിൻ്റെ മീനിങ് എന്നാണ് ഞാൻ വെറുതെ ഒന്ന് ഡിക്ഷണറി നോക്കിയായിരുന്നു. അപ്പോൾ അത് സ്ട്രോങ് ആൻഡ് ഡിറ്റർമിനൻ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ബൈക്കിന് പറ്റുന്ന നെയിം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്, റെഡ് ബൈക്ക് പ്രീമിയം ക്വാളിറ്റി. അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് ബൈ സെൻറ്റി ടോയ്സ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ അണ്ടർ 3 years. അതായത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നു. ഈ ബൈക്കിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അവർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. റെഡ് ബൈക്ക് പ്രീമിയം ക്വാളിറ്റി ആൻഡ് ഇതുപോലത്തെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ടോയ് വരുന്നത്. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് അവർ പറയുന്നത് റിയലിസ്റ്റിക് ടോയ് ടയർ, tiltable side stand and rotatable handlebar and realistic seat design. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുൾ ബാക്ക് ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ പാക്കിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അഥവാ റെഡ് ബൈക്ക് സെൻറ്റി ടോയ്സ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്, റെഡ് ബൈക്ക്. നല്ല ഗുഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ബൈക്കിൽ വന്നിരിക്കുന്നത്. ഈ ബൈക്കിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഈ റെഡ് കളറിലാണ് ഈ ബൈക്ക് വന്നിരിക്കുന്നത്. നല്ല ലുക്കാണ്, ക്ലാസിക് ലുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ആൻഡ് മീറ്റർ കൺസോൾ വന്നിരിക്കുന്നത് സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വരുന്നത് ഇത് പെയിൻറ്റിംഗ് ആണ്, ഇൻഡിക്കേറ്ററും പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീൽ റബ്ബർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. റബ്ബർ മെറ്റീരിയൽ. ഇതിൻ്റെ റിമ്മ് നല്ല സിൽവർ കളർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് റെഡ് എന്ന് അവിടെ നെയിം കൊടുത്തിരിക്കുന്നു. പിന്നെ ക്രാഷ് കാർഡ്, എൻജിൻ പാർട്ടൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കൊരു ബൈക്കിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇവർ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പുൾ ബാക്ക് ആക്ഷൻ വന്നിരിക്കുന്നത്. പുൾ ബാക്ക് ആക്ഷൻ്റെ പാർട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈക്കിലെ വീല് റബ്ബർ മെറ്റീരിയൽ, പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സീറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവർ. പിന്നെ ഇത് നമ്പർ പ്ലേറ്റ് DLS 007 എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ബൈക്കിലെ ലൈറ്റ് ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ, അതും പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. റിയൽ ആയിട്ടൊരു ബുള്ളറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് നോക്കാം. ഇവിടെ ഇതുപോലെ തന്നെ സൈലൻസറാണ് വരുന്നത്. അതേ രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി സൈലൻസർ കൊടുത്തിരിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ. പിന്നെ കിക്കറുണ്ട്, കിക്കർ കൊടുത്തിരിക്കുന്നു. എൻജിൻ ഒക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ആണ് എൻജിൻ ഭാഗമൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീല് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബൈക്ക്, സെൻറ്റി ടോയ്സിൻ്റെ റെഡ് ബൈക്ക്. ഇത് നമ്മുടെ പുൾ ബാക്ക് ആക്ഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറകോട്ട് വലിക്കുക, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ബൈക്ക് പൊക്കോളും. നമുക്കിനി ഈ പുൾ ബാക്ക് ആക്ഷൻ നമുക്കൊന്ന് അഴിച്ചു വെക്കാം. അതിന് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അഴിക്കണം. നമുക്ക് ഇനി അഴിച്ചെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇവിടെ ഒരു കവറും കൂടെ അവർ തന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മളകം പൊള്ളയായിട്ട് കാണത്തില്ല. അപ്പം നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ റിയലായിട്ടൊരു ബൈക്ക് അതുപോലെ തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട്, കാരണം നമ്മൾ സ്റ്റാൻഡേർഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ഒന്ന് അടിക്കാൻ ശ്രദ്ധിക്കുക. പലരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് അടി വളരെ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോ പറ്റി നല്ല കമൻറ്റുകൾ ഇടുക. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ടോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു ടോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.